ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നിങ്ങളെ മുന്നിലേക്ക് വരുന്നത് മഴയ്ക്ക് മുന്നേ നമ്മൾ വാർപ്പിൻ്റെ മേലെയെല്ലാം ഒരുപാട് ഇലകളെല്ലാം വീണ് നാശകോശമായിട്ട് കിടക്കുന്നതാണ്. അപ്പോൾ അത് നമ്മളെ ഉഷ വന്നിട്ട് അതെല്ലാം വൃത്തിയാക്കുന്നുണ്ട്. അത് നിങ്ങൾക്കും കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇപ്പോൾ എടുക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ? വരൂ, പോകാം. അപ്പോൾ ഇതാ ഗൈസ്, കണ്ടല്ലോ നിങ്ങൾ, ഇതാ നമ്മുടെ ഉഷ പരിപാടി തുടങ്ങിയിരിക്കുകയാണ്. അതാണ് പരിപാടി. മൊത്തം പ്ലാവാന്ന് കാണുന്നില്ലേ? വാർപ്പിൻ്റെ മേലേക്കാണ് പ്ലാവ് വന്നിട്ടുള്ളത്. അപ്പം അതിൻ്റെ ഇലകളാണ് നിറച്ചു. ഒരുപാടുണ്ട്, കാണുന്നില്ലേ? ഓലയുള്ള എല്ലാം വന്ന് വീണിട്ടുണ്ട് കാറ്റിന്. ഇനിയിപ്പം മഴ വരുമ്പം ഭയങ്കര പ്രശ്നമായിരിക്കില്ലേ? അപ്പം അതുകൊണ്ട് ഇതെല്ലാം ഒന്ന് വൃത്തിയാക്കാനോ എന്ന് വിചാരിച്ചു. കുറേ പൊടിയും കാട്ടവും എല്ലാം ഉണ്ട്. ഇല്ലേ പിന്നെ മഴ പെയ്ത് കഴിഞ്ഞാൽ അതെല്ലാം ഓവിൻ്റെ അകത്ത് തങ്ങി നിന്നിട്ട് വെള്ളവും പോവില്ല. മഴ പെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇതൊന്നും കിട്ടുകയില്ല അടിച്ചു വരാൻ. ഓലിയെല്ലാം ഉണ്ട് ഇവിടെ വന്ന് വീണിട്ട്, കാറ്റിന് വന്ന് വീണിയാന്ന് തോന്നുന്നു. ഇതാ ഇവിടെയും ഉണ്ട്, കണ്ടോ? ഇഷ്ടം പോലെ ഉണ്ട്. ഇതിൻ്റെ മേലെല്ലാം എന്തെല്ലോ വന്നെല്ലാം പൊട്ടിയിട്ടുണ്ട്. ഇതെല്ലാം ഇതാ എല്ലാ സ്ഥലത്തും ഉണ്ട്, കണ്ടോ? മൊത്തത്തിൽ ഇലകളെ കൊണ്ടുള്ള പരിപാടി തന്നെ. ഇതിൻ്റെ അടുത്ത് തന്നെയാണ് എൻ്റെ ഞാവൽപ്പഴവും ഉള്ളത്. കാണുന്നില്ലേ? വാർപ്പിൻ്റെ മുകളിൽ നിറച്ചും ഇലകളാണ്. ഇതിൻ്റെ ഇലകളും വന്നിട്ട്, ഞാവലിൻ്റെ ഇലയാണിത്. ഞാവലിൻ്റെ കൊമ്പെല്ലാം ഇനിയിപ്പം കൊത്തണം. വീട്ടിലേക്ക് വരുന്ന കൊമ്പെല്ലാം കൊത്തണം, മറ്റല്ലാണ്ട് ശരിയാവില്ല. ഇത് മുന്നിലത്തെ ഭാഗമാണ്. ഇതാ ഇവിടെ ഇപ്പം മാവ് മുറിച്ചുകൊണ്ട് ഇവിടെ ഇപ്പം അധികമില്ല. ഇവിടെ ഒരു മാവ് ഉണ്ടേനു, ആ മാവ് മുറിച്ചുകൊണ്ട് ഇവിടെ ഇപ്പം അധികം കാണുന്നില്ല. ഇല്ലെങ്കിൽ ഇടിയുണ്ട്. അതുകൊണ്ട് ഈ ഭാഗം കുറച്ച് കുറവാണ്. നമ്മളെ അടുത്ത വീട്ടിലുള്ള മാവിൻ്റെ മുകളിലത്തെ മാങ്ങ കണ്ടാ നിങ്ങൾ? എന്താ, ഒരുപാട് മാങ്ങയുണ്ട് അവിടെ, കാണുന്നില്ലേ? നമ്മളെ മാവിൽ ഇപ്രാവശ്യം മാങ്ങയൊന്നും ഉണ്ടായില്ല ഗൈസ്. ഇതായിരുന്നു നമ്മളെ മാവ്. അതും ഇങ്ങെത്തി വാർപ്പിൻ്റെ മേലേക്ക്. ആ മാവും അതിൻ്റെയും കൊമ്പ് കൊത്തണം. വാർപ്പിൻ്റെ മുകളിലേക്ക് വന്ന് ഇടിയെല്ലാം വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ മാവിനെല്ലാം തട്ടിയിട്ട് വന്ന കളയില്ലേ. മറ്റേ കേബിളും വൈഫൈൻ്റെയും കണക്ഷനാണത്. നമ്മളില്ല ദേഷ്യം വിളിച്ചിട്ട് രാത്രി ദേഷ്യം വിളിച്ചിട്ട് കേബിളും വൈഫൈയും കട്ടായി. ഇതാ ഗൈസ് എല്ലാം അടിച്ചു കൂട്ടി വാരി ചാക്കിലാക്കുന്നുണ്ട് ഇപ്പം.
ഇത്രയാണ് വീടിന് പഠിച്ച് കയറിയിട്ട് കിട്ടിയത്. കണ്ടോ? പരമാവധി കുത്തി നിറച്ചിട്ട് താഴേക്ക് അങ്ങ് വിട്ടാൽ മതിയല്ലോ. ഈ ഭാഗത്താ കുറേ കൂടുതലുള്ള, മറ്റേ ഭാഗത്തൊന്നും അങ്ങനെയില്ല. ഇവിടെയാണ് അധികം. എന്താ വെച്ചാൽ ഇവിടെ ഈ പ്ലാവുള്ളതുകൊണ്ട് അങ്ങേ ഭാഗത്തെ മാവ് മുറിച്ചുകൊണ്ട് ഇപ്പം മുന്നിലില്ല. ആ കുറുക്കൻ മാവ് ഇല്ല ഇല്ല, നമുക്കില്ല. നമുക്കിപ്രാവശ്യമില്ല. അത് സുജേൻ്റെതാണ്, നമ്മളതല്ല. അതാ വരതാണ്. അല്ല നമ്മൾ അടിക്കുമ്പോൾ നനഞ്ഞിട്ട് തരൂല, കുതിർന്നിട്ട് വേഗം ഇത് അടന്ന് വരുന്നില്ലേ. ഇതിപ്പോൾ ഉണങ്ങിയിട്ടല്ലേ ഉള്ളത്. മഴയൊന്നും പിന്നെ കിട്ടിയില്ലല്ലോ. അന്ന് ഒരു ദിവസം കുറേ മുന്നേ ഒരു ദിവസം പെയ്ത മഴയല്ലേ, ഇപ്പം എത്ര വേഗം ഉണങ്ങി. കുതിർന്നിട്ട് കളന്ന് വരുന്നു. അപ്പം ഇതാ ഈ ഭാഗം ഏകദേശം ഫിനിഷായിരിക്കുകയാണ്. ഇനി എല്ലാ ഭാഗവും കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഇതാ ഗൈസ്, ഉഷേൻ്റെ പരിപാടിയെല്ലാം ഏകദേശം ഇതാ കഴിഞ്ഞ് എല്ലാം വൃത്തിയാക്കിയിട്ടുണ്ട്. കണ്ടല്ലോ, അങ്ങേ ഭാഗവും അങ്ങ് മേലെയെല്ലാം ഇതാ എല്ലാം ക്ലിയറാക്കി. ഇതാ ലാസ്റ്റിലത്തെ ഫിനിഷിങ് വർക്കായത് എല്ലാ സ്ഥലത്തും കാണിച്ചു തരാം. ഇതാ കണ്ടല്ലോ, എല്ലാം അടിപൊളിയായിട്ടാക്കി. ഇവിടെ ചാക്കിൽ നിറച്ച് വെച്ചിട്ടുണ്ട് കുറേ ഇലകൾ. ഈ ഭാഗമാണ് ആദ്യം തുടങ്ങി, വീണ്ടും ഇലകൾ വീഴാൻ തുടങ്ങിയിട്ടുണ്ട് ഓരോന്നോരോന്നായിട്ട്. അപ്പോൾ അങ്ങേ സൈഡുണ്ട്, അങ്ങോട്ട് എനിക്ക് പോകാൻ പറ്റില്ല. ഇതിലേക്ക് കൂടി നടന്നിട്ട് വേണം പോകാൻ. അപ്പോൾ റിസ്ക് എടുത്തിട്ടുള്ള പരിപാടിയാണ്. ഇപ്പം എനിക്ക് പോകാൻ പറ്റില്ല, അതുകൊണ്ട് ഞാനിപ്പോൾ അങ്ങോട്ട് പോകുന്നില്ല. ഇല്ലെങ്കിൽ ഞാൻ ഇതിലേക്ക് കൂടി തന്നെ നടന്ന് അങ്ങേ സൈഡിൽ പോയി അടിച്ചു കഴിഞ്ഞാണ്. ഇപ്പം എനിക്ക് പറ്റാത്തതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. അതുകൊണ്ടാണ് ഉഷയോട് പറഞ്ഞ് ഇതെല്ലാം ഒന്ന് വൃത്തിയാക്കി തരാൻ. ഇല്ലെങ്കിൽ ഇതെല്ലാം ഈ താഴത്തെ മോനും ചെയ്യും, മേലത്തെല്ലാം ഞാനുമാണ് ചെയ്യൽ. താഴെ എനിക്ക് ഇറങ്ങാൻ പറ്റൂല. ഇത് ഇത്രയും ഗ്യാപ്പുണ്ട്, കാണുന്നില്ല, തുള്ളണം അങ്ങോട്ട്. അതെനിക്ക് പറ്റൂല. അതുകൊണ്ട് ഇപ്പം ഞാൻ ഇതിനൊന്നും റിസ്ക് എടുക്കലില്ല. ഞാവലിങ്ങ് വാർപ്പിൻ്റെ മേലേക്ക് ആയിട്ട് എല്ലാം കൊത്തി ഇപ്പം ഞാവലിന്. അപ്പം ഇതാ ഉഷേൻ്റെ പരിപാടി കഴിഞ്ഞു അങ്ങനെ. അപ്പം ഇത്രയേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ബൈ.